വിൻഷിക്കുട്ടിയെ ഇന്നെന്താ പരിപാടി? ഏട്ടനുള്ളതല്ലേ, അപ്പൊ ഞാൻ കേബേജ് വെച്ചിട്ട് ഏട്ടനൊരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. ഏട്ടന് ഇഷ്ടപ്പെടുവോ? പിന്നെ അടിപൊളിയായിട്ടുണ്ടാക്കി. ഡാ ആ പെണ്ണ് ചായക്ക് വല്ല എന്തെങ്കിലും ഉണ്ടാക്കുക. നീ അത് ചിറ്റിക്കാൻ വരാ നീ വന്ന ഇന്ന് നമുക്ക് കേബേജ് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? അതിന്റെ നമ്മളിവിടെ കുറച്ച് കേബേജിന്റെ നല്ല ലീഫൊക്കെ എടുത്ത് നമ്മൾ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടാ. ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഉടച്ചെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് സവോളയും കുറച്ച് മല്ലിയിലയും പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഇതേ കടലമാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കേബേജ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള കേബേജിന്റെ ലീഫ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് അതിലേക്ക് വെച്ച് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മുക്കി എടുത്തിട്ട് നമ്മുടെ തിളച്ച് വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ. നമ്മളിതേ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാവരും ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവർക്ക് കൊടുക്കാം അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ കറക്റ്റ്. സൂപ്പറായിരുന്നല്ലോ. ഓ എന്നുള്ള ഭർത്താവുള്ള കാരണം നമ്മളൊന്നും ചായ കുടിക്കാൻ വിളിക്കുന്നില്ല അല്ലേ? വേണ്ട നീ കഴിച്ചോ. അമ്മ ഇരിക്കുമ്പോ വേണ്ട നീ കഴിച്ചോടാ. ഇരിക്കുമ്പോ ആളുണ്ട്. എന്നെ വിളിച്ചില്ലേലും കടി സൂപ്പറായിട്ടുണ്ട്. അമ്മേനെ ഞാൻ വിളിച്ചു കേക്കണ്ടമ്മ. നീ ഒന്ന് വിളിച്ചില്ല തന്നെ. വിളിച്ചില്ലെങ്കിലും തിന്നണ നേരമ്മ ഞാൻ എത്തും.